മനുഷ്യപിതാവ് മാനവകുലത്തിൻ്റെ പിതാവ് ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലം വരെയുള്ള ഗതകാല ചരിത്രം ഒരു ഗവേഷണം നടത്തിയാൽ, കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ വളരെ സ്പഷ്ടമാണ്, വളരെ സുവ്യക്തമാണ്. ജേതാക്കളായ പാർട്ടി, വിജയിച്ച പാർട്ടി, സമാധാനം ലഭിച്ച വിഭാഗം തൗഹീദിന്റെ വക്താക്കൾ മാത്രമായിരുന്നു എന്ന് നമുക്ക് ഖുർആനിലൂടെ കണ്ടെത്താൻ സാധിക്കും. അല്ലാത്ത പല ശക്തന്മാരും കേമന്മാരും അധികാരികളും പണക്കാരുമൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ടെങ്കിലും അവരുടെ പതനമാണ് ഖുർആൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അവരൊന്നും സുരക്ഷിതമായി ഈ ലോകത്ത് തന്നെ നിലനിന്നിട്ടില്ല. അവരുടെ കാലിനടിയിലുള്ള മണ്ണ് ഒഴുകിപ്പോകുന്ന രംഗം ഖുർആൻ മനോഹരമായി നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട്, വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളായ നമുക്കും നമ്മുടെ മുന്നിലുള്ള മോചനമാർഗം, രക്ഷാമാർഗം തൗഹീദിലൂടെ വിജയിക്കുക എന്നത് മാത്രമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. നമ്മുടെ നേതാവ് നമ്മളോട് പറഞ്ഞു തന്നത് അതാണ്. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കേണ്ട വിധം പ്രഖ്യാപിച്ചുകൊണ്ട്, അത് പ്രാവർത്തികമാക്കേണ്ട വിധം പ്രാവർത്തികമാക്കിക്കൊണ്ട്, ആ വിശുദ്ധ കലിമയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ തുഫ്ലിഹൂ, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കച്ചവട രംഗത്തുള്ള മാന്ദ്യം അതോടെ അവസാനിക്കും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുള്ള പരാജയം അതോടെ തീരും. നിങ്ങളൊരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക്, കുടുംബത്തിലെ അംഗമെന്ന നിലയ്ക്ക്, ഒരു സമൂഹത്തിന്റെ അംഗമെന്ന നിലയ്ക്ക് ഏതൊക്കെ വിധത്തിലുണ്ടോ ആ രംഗങ്ങളിലൊക്കെ തുഫ്ലിഹൂ, എവിടെ വിജയിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. ഹദ്ഫുൽ മഫ്ഊലി തുഫീദുൽ ഉമൂമ എന്നൊരു അറബ് സാഹിത്യത്തിൽ ഒരു തത്വമുണ്ട്. വിജയിക്കുമെന്ന് നിരുപാധികം പറഞ്ഞാൽ എവിടെയും വിജയിക്കുമെന്ന് ആണ് അതിന്റെ ആശയം എന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കുള്ള രക്ഷാമാർഗം തൗഹീദിന്റെ പാത തന്നെ. നമുക്കറിയാം, ഈ രാജ്യത്ത് ന്യൂനപക്ഷമായി കഴിഞ്ഞുകൂടുന്ന ഇന്ത്യൻ മുസ്ലിമീങ്ങൾ, ഈ ന്യൂനപക്ഷമായ നമ്മെ രണ്ടാംകിട പൗരന്മാരായി മുദ്രകുത്തുന്നതിന്റെ ഭാഗമായി തികച്ചും വിവേചനപരമായി ഒരു വിവാദ നിയമം ഇവിടെ ഗവൺമെന്റ് ഭരണകൂടം നടപ്പിലാക്കി. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമെന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന സുപ്രീം കോടതി അത് തിരുത്തുമെന്നും വളരെ പെട്ടെന്ന് അത് സ്റ്റേ ചെയ്യുമെന്നും നമ്മിൽ പലരും പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ പ്രതീക്ഷ തെറ്റിപ്പോയി. ഇനിയും അന്തിമ വിധി, സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഇക്കാര്യത്തിൽ വന്നിട്ടില്ല എന്നും പ്രതീക്ഷയ്ക്ക് ഇനിയും വകയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഒരു പരമസത്യം ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ ഉൾക്കൊണ്ടിരിക്കണം. അതെന്താണ്? നമ്മൾ ഒരിക്കലും സുപ്രീം കോടതിയെ വിശ്വസിക്കേണ്ടതില്ല. നാം ഒരിക്കലും ഗവൺമെന്റിൽ പ്രതീക്ഷയർപ്പിച്ച ഗവൺമെന്റിൽ വിശ്വാസമർപ്പിക്കേണ്ടതില്ല. അത് BJP ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നാം ലാ ഇലാഹ ഇല്ലല്ലയുടെ വക്താക്കളാൻ, അതിന്റെ വാഹകരാൻ, അതിന്റെ പ്രചാരകരാൻ. അങ്ങനത്തെ നാം ആ പ്രഖ്യാപിക്കുന്ന വചനത്തിന്റെ അകംപൊരുളിനകത്തുള്ള ആശയം എന്താണെന്നറിയോ? ഒരു സുപ്രീം കോടതിയിലും നമുക്ക് പ്രതീക്ഷ വേണ്ട, ഒരു ഗവൺമെന്റിലും നമ്മെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷ വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പവിത്രമായ വാക്യത്തിന്റെ അകത്തുള്ള ആശയം എന്താ? ലാ ഇലാഹ, ലാ ഇലാഹ,
റുബൂബിയത്തിലും ഉലൂഹിയത്തിലുമുള്ള തൗഹീദ് ആ വാക്കിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ആരാധ്യനായി എന്ന് മാത്രല്ല, സംരക്ഷിക്കാൻ, ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ, ഞങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല, ഒന്നുമില്ല എന്ന അർത്ഥമാണ് ലാ ഇലാഹക്കുള്ളത്. ആദ്യം നിഷേധമാണ്. കെലിമ അള്ളാഹു പഠിപ്പിച്ച രൂപം നോക്കൂ നിങ്ങൾ. ആദ്യം നിഷേധാണ്. അള്ളല്ല പറയുന്നത് ലാ ഇലാഹ ബ്ലാങ്ക് ആക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ലാ ഇലാഹ, ഒരു സംരക്ഷകനുമില്ല, ഒരു സഹായിയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. ലാ ഇലാഹ, ഒന്നുമില്ല. വല്ലതും ഉണ്ടോ മനസ്സിനകത്ത്? സുപ്രീം കോടതി ഉണ്ടോ? എടുത്തു കളഞ്ഞോ. തൗഹീദ് ക്ലിയർ ആകണമെങ്കിൽ എടുത്തു കളഞ്ഞോ. ഞാൻ പറയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയാണ് ഈ പറയുന്നത്. അല്ല ഗവൺമെന്റ് നമ്മളെ രക്ഷപ്പെടുത്തും, അല്ല നീതിപീഠം നമ്മെ കരകയറ്റും എന്ന ഒരു തോന്നൽ ഖൽബിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ, തങ്ങി നിൽപ്പുണ്ടെങ്കിൽ എടുത്തു കളഞ്ഞോ. ലാ ഇലാഹ, ഒരു സംരക്ഷകനുമില്ല, ഒരു സഹായിയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല റബ്ബേ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, നീ അല്ലാഹു അല്ലാതെ, റബ്ബേ നീ അല്ലാതെ ഒരു പ്രതീക്ഷയുമില്ല, ഒരു സഹായവുമില്ല. സുപ്രീം കോടതി സഹായിക്കൂല, സുപ്രീം കോടതിയിലൂടെ അള്ളാഹു സഹായിക്കും. ശരിക്കും മനസ്സിലാക്കണം. ഈ മൊയ്ലിയർ ഇപ്പൊ എന്തായി പറയുന്നത്? കോടതിയും വേണ്ട, അതുപോലെ ജനാധിപത്യവും വേണ്ട, മതേതരത്വവും വേണ്ട, അള്ളാന്ന് പറഞ്ഞ് ദിക്റും ചൊല്ലി പള്ളിയിലിരിക്കാനുള്ള ആഹ്വാനാണോ? അല്ല. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ഗ്രഹിക്കണം. സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ നാവിലൂടെ വരുന്നത് റബ്ബാനിയായ ഖളാഅാണ്, റബ്ബിന്റെ വിധിയാണ്. അല്ലാതെ അങ്ങേർക്ക് മിണ്ടാൻ പറ്റൂല. അതാണ് ഖുർആനിക വിശ്വാസം. ചിന്ത പോലും അല്ലാഹുവിൻ്റെതാ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകനാഥനായ പരിപാലകനായ അല്ലാഹു പ്ലാനിടാതെ, അല്ലാഹു തീരുമാനിക്കാതെ, അല്ലാഹു ഉദ്ദേശിക്കാതെ, അല്ലാഹു വിധിക്കാതെ നിങ്ങൾക്കൊരു കാര്യവും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. മനുഷ്യരോട് അല്ലാഹു പറയാണ് ഖുർആനിലൂടെ. മോഡിയുടെ ചിന്തയിൽ എന്തുദിക്കുന്നുവോ റബ്ബിന്റെ വിധിയാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ മനസ്സിൽ എന്തു വരുന്നുവോ റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ജ്ഞാനികളൊക്കെ കോടതിയിൽ, ദുന്യാവിന്റെ കോടതി കയറുമ്പോ തന്നെ വല്ലാത്തൊരു ഭവ്യതയിൽ കയറും അത്രേ. ഞാൻ പറയുന്നത് കോടതിയെ നിന്ദിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. കാര്യത്തിന്റെ പൊരുൾ കണ്ട, പൊരുളറിഞ്ഞ മഹാന്മാരായ വലിമാർ പലരും കോടതിയിലേക്ക് അവർ പോവില്ല. പോകേണ്ടി വന്നാല് ഭയങ്കര ഭവ്യത. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ ഇവിടുത്തെ ന്യായാധിപൻ എത്ര പേടിക്കണം? ന്യായാധിപനെ എനിക്ക് പേടിയില്ല. എല്ലാ ന്യായാധിപന്മാരുടെയും ന്യായാധിപനായ പടച്ച തമ്പുരാന്റെ വിധി ഇറങ്ങുന്ന ഇടമാണ് ഈ നീതിപീഠം. പടച്ചവന്റെ വിധി ഇറങ്ങുന്ന സ്ഥലം അത്. അതുകൊണ്ടുള്ള ബഹുമാനാണ്. നമ്മൾ കാര്യങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് കോടതിയിലും ഗവൺമെന്റിലും നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടതില്ല, റബ്ബിൽ വിശ്വാസം അർപ്പിക്കുക. ആ റബ്ബ് കോടതികളിലൂടെ, ഭരണകൂടങ്ങളിലൂടെ നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അല്ലാതെ ഒരു ഭൗതിക ചിന്ത മാത്രം അതൊരു മുവഹിദിന് ചേർന്നതല്ല. അതുകൊണ്ട് നമ്മൾ എവിടെ പ്രതീക്ഷ വെക്കേണ്ടത്? നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ പരിപാലകനായ, നിയന്താവായ, യജമാനനായ അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷ വെക്കുക. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുക. ഇത് പറയുമ്പോ ഒരു സംശയമുണ്ട്. എന്താ സംശയം? മൗലവി ആ ഒരു പ്രതീക്ഷയിലാ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ കഴിഞ്ഞു പോയത്. ഞങ്ങൾ റബ്ബിനെ മാത്രമാണ് പ്രതീക്ഷിച്ചത്. റബ്ബിനോട് ഞങ്ങൾ ചുമ്മാ ദുആ ചെയ്യുകയായിരുന്നില്ല. ഞങ്ങളിൽ പലരും സുന്നത്ത് നോമ്പ് നേർച്ചയാക്കി സുന്നത്ത് നോമ്പ് പിടിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളിൽ പലരും ഖുർആൻ ഖത്തം തീർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളിൽ പലരും സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങളിൽ പലരും ദിക്ർ മജ്ലിസ് സംഘടിപ്പിച്ച് അതിനുശേഷം പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്റെ ഈ പ്രതീക്ഷ വെച്ച തമ്പുരാന്റെ ഇടപെടൽ കണ്ടില്ലല്ലോ, ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ. അതൊരു സംശയമാണ്.
മൗലവി ഞങ്ങൾക്ക് ഗവൺമെന്റിലോ കോടതിയിലോ ഒന്നല്ല വിശ്വാസം, അള്ളാഹുവില. ആ അള്ളാഹുവിൽ വിശ്വസിച്ച് ഈ ഇടപാടൊക്കെ ചെയ്തിട്ടും ഒരു നടപടിയും കണ്ടില്ലല്ലോ. ഈ സംശയത്തിന് ദൂരീകരണം, നിവാരണം, ഈ ചോദ്യത്തിനുള്ള മറുപടി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 214-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഏത് ചോദ്യത്തിന്, സംശയത്തിനുള്ള മറുപടി? UP-യിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ, അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ പാർട്ടി ഏതൊക്കെ സ്റ്റേറ്റിൽ ഭരിക്കുന്നുവോ ആ സ്റ്റേറ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ഇതിനെതിരെ നമ്മൾ ദുആ ചെയ്തു. ഒന്നും വേണ്ട, പലസ്തീനിന്റെ കാര്യം എന്ന് തുടങ്ങിയതാ ദുആ. മുതിർന്ന പ്രായമുള്ള ആളുകളൊക്കെ പറയും, ചെറുപ്പത്തിൽ ഞങ്ങൾ ഹജ്ജിന് പോയപ്പോ അന്നും ഹറമിലെ ഇമാമ് പലസ്തീൻ ജനതയുടെ വിമോചനത്തിന് വേണ്ടി റമളാനിന്റെ പവിത്രമായ അവസാനത്തെ രാവുകളിൽ ഖിയാമുൽ ലൈലിന്റെ കുനൂത്തിനിടയിൽ വിങ്ങി പൊട്ടി പ്രാർത്ഥിച്ചു. മുസ്ലിം ലോകം, എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള മുസ്ലിം സമൂഹം സംഘടിച്ച ആ ഹറമിന്റെ പവിത്രമായ മണ്ണില് പരിഭാവനമായ റമളാൻ മാസത്തില് ഏറ്റവും പോരിശ നിറഞ്ഞ രാവുകളില് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇതുവരെ നടപടിയില്ല. സംശയല്ലത്. മാത്രല്ല, ഇപ്പൊ നമ്മൾ ഈ ദുആ ആഹ്വാനവും നമ്മൾ ഈ വിഷയത്തിൽ നടത്തിയ പ്രത്യേകമായ ചടങ്ങുകളും പള്ളി കേന്ദ്രീകരിച്ചതൊക്കെ നടത്തിയല്ലോ. ഇതൊക്കെ രഹസ്യമായിട്ടും കൂടിയല്ല പരസ്യമായിട്ട് നടത്തിയത് അല്ലേ? ഇത് ഓപ്പോസിറ്റ് കക്ഷി കാണുന്നുണ്ട്. നമ്മൾ ഈ ദുആ ആഹ്വാനം കാക്കാമാരൊക്കെ പേടിച്ച് ദുആ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും സുപ്രീം കോടതി തീരുമാനമാക്കണില്ല. അപ്പൊ അവരെന്താ വിചാരിക്കുക? കാക്കാമാരെ അള്ളാഹു തൽക്കാലം നമ്മളൊപ്പാണ് വിചാരിച്ചൂടെ? നമ്മൾ അല്ലാഹു പറഞ്ഞിട്ട് ആദർശം പറഞ്ഞിട്ട് വിചാരിച്ചൂടെ? ഈ സംശയത്തിനുള്ള മറുപടി അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്, സമാധാനത്തിനുള്ള ആശയം വ്യക്തമാക്കുന്നുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മിസ്ലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. സൂറത്തുൽ ബഖറ 214. ഇത് പഠിച്ചു പോക്കോ, സമാധാനം കിട്ടും, ഉറപ്പാ. എന്താ അല്ലാഹു പറഞ്ഞത്? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, ചുമ്മാ അങ്ങനെ സ്വർഗത്തിൽ കേറി പറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുക. കാല് നനയാതെ മീൻ പിടിക്കാൻ പറ്റുമോ? ചുമ്മാ ഒന്നും ചെയ്യാതെ, ഒരു ത്യാഗവും സഹിക്കാതെ വെറുതെ സ്വർഗത്തിലേക്ക് കേറിപ്പോകാമെന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ, ധരിക്കുന്നുണ്ടോ? ആ ധാരണ തെറ്റാൻ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, എന്നിട്ട് ചോദിക്കുക, വലമ്മാ യഅതികും മിസ്ലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ പൂർവീകരായ മുസ്ലിമീങ്ങൾ, നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞുപോയ സത്യവിശ്വാസികൾ അനുഭവിച്ചതും കണ്ടതും അതിന് സമാനമായത് നിങ്ങൾ കാണാതെ. എന്ത്? നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ സത്യവിശ്വാസികൾ കണ്ടതും അനുഭവിച്ചതും നിങ്ങളും കാണാതെ അനുഭവിക്കാതെ ചുമ്മാ സ്വർഗത്തിൽ കയറിപ്പറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താ മുൻഗാമികൾ കണ്ടത്? അത് നിങ്ങളും കാണണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് അല്ലാഹു പറഞ്ഞത്. എന്താ കണ്ടത്? മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു, അവരെ ബാധിച്ചു. ആരെ? മുൻഗാമികളായ നബിമാരെയും ആ നബിമാരുടെ പിറകെ നടന്ന സത്യവിശ്വാസികളെയും ബാധിച്ചു. മസ്സത്തുഹും, അവരെ ബാധിച്ചു. എന്ത്? അൽ ബഅസാഉ. എന്താ ബഅസാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഅസാ അൽ ഫഖറു, സാമ്പത്തിക മാന്ദ്യം. മുൻഗാമികളെ ബാധിച്ച ഒന്നാണ് അൽ ബഅസാഉ അൽ ഫഖറു, സാമ്പത്തിക മാന്ദ്യം.
വല്ലറാഉ അസ്സഖമു വിവിധതരം രോഗങ്ങൾ, മാരികൾ, പകർച്ചവ്യാധികൾ അടക്കം വിവിധ തരം രോഗങ്ങൾ. വസുൽസിലു ഖൗഫൻ മിനൽ അഅദാ, ശത്രുക്കളുടെ കാര്യത്തിൽ പേടിച്ചിട്ട് അവർ വിറച്ചു. സത്യവിശ്വാസികൾ അനുഭവിച്ച സംഭവം അല്ലാഹു പറയുന്നത്, മുസ്ലിമീങ്ങൾ അനുഭവിച്ച കാര്യമാണ് അല്ലാഹു പറയുന്നത്. വസുൽസിലു, അവർ കിടുകിടാ വിറച്ചു. എന്തിനു വിറച്ചു? ഖൗഫൻ മിനൽ അഅദാഇ, ശത്രുക്കളെ പേടിച്ചിട്ട്, അവരെ ഭീഷണി വന്നിട്ട് വിറച്ചു. എത്രത്തോളം ആ പേടി? ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനു, സത്യവിശ്വാസികൾ പറഞ്ഞുപോയി. എന്തിനധികം, ആ സത്യവിശ്വാസികളുടെ ലീഡറായ നബി പോലും പറഞ്ഞുപോയി, അവരുടെ നേതൃത്വത്തിലുള്ള നായകന്മാരായ നബിമാര് പോലും പറഞ്ഞുപോയി, വിശ്വാസികളും പറഞ്ഞുപോയി. എന്ത്? മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം ഇനി എപ്പോഴാ വരിക? ഇത്രയൊക്കെ അനുഭവിച്ചല്ലോ. മതാ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം ഇനി എപ്പോഴാ വരിക? ഇപ്പൊ വന്നില്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് പറഞ്ഞു, ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെയാണ്, ദുആ ചെയ്യാ, അള്ളാഹ് എപ്പോഴെങ്കിലും സലാമത്താക്കും. ഇനിയിപ്പോ സലാമത്താക്കിയിട്ട് ജീവിതത്തിന്റെ അസർ ബാങ്ക് വിളിച്ചു, ഇനി മഗ്രിബിന് എന്തോരം നേരണ്ട്, ഇനി വേണ്ട, ഇത്ര കാലം വേസ്റ്റായി പോയല്ലോ. അങ്ങനല്ല, എത്ര കാലമായി അനുഭവിക്കുന്നത്, മർദിതരായി ജീവിക്കുന്നത്. മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോൾ, ഇനി എപ്പോഴാ വരിക? ഇനി അള്ളാന്റെ ഇടപെടൽ എപ്പോഴാ വരിക? ഇത്രയൊക്കെ ആയല്ലോ, ഇനി എപ്പോഴാ വരിക? ഈ ചിന്തല്ലേ? ഇത് അനിവാര്യാണ്, സ്വാഭാവികമാണ്, ഇത് ഉണ്ടാകുന്ന ചോദ്യമാണ്. ഇത് നബിമാർ പോലും ഒരു വേള ചോദിച്ചു എന്നാ അള്ളാഹു പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിഞ്ഞുകൊള്ളുക. ഇപ്പൊ ഏതാണ്ട് നിരാശയുടെ വക്കത്തെത്തിയല്ലോ, അല്ല നിരാശയിൽ തന്നെ എത്തിയല്ലോ. അതുകൊണ്ടാണ് ഇനി എപ്പോഴാ ഉണ്ടാകുക എന്ന് ചോദിച്ചത്. ഇന്ന നസ്റല്ലാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം, ഖരീബ്, ഇനി വളരെ അടുത്ത് തന്നെയാണ്, ഇനി നീണ്ടുപോകൂല. എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമത്തിന്റെ ഒരു സിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. എന്താണത്? തഅതീക ബഅദ ഇയാസിൻ റഹ്മത്തുല്ലാഹി ലാ തൈഅസി നഫഹതൻ തഅതി ഫറുബ്ബതമാ തഅതീക ബഅദ ഇയാസിൻ റഹ്മത്തുല്ലാഹി. മുഹീദ്ദീൻ ശൈഖിന്റെ കവിതയാണത്. നിങ്ങൾ നിരാശയിൽ അകപ്പെട്ടതിന്റെ ശേഷമായിരിക്കും അള്ളാന്റെ ഇടപെടൽ പലപ്പോഴും വരിക. കാരണം എന്തിനാ അള്ളാഹ് അങ്ങനെ നിരാശപ്പെടുത്തിയിട്ട് സഹായിക്കുന്നത്? നിരാശപ്പെടാത്ത കാലത്തോളം തൗഹീദ് ക്ലിയർ ആവില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആവില്ല. സുപ്രീം കോടതി എന്നാലും ഈ പ്രക്ഷോഭമൊക്കെ കണ്ടിട്ട്, ഇത്രമാത്രം വലിയ സമരപ്രക്ഷോഭങ്ങളുടെ ശക്തിയും ആധിക്യവും കണ്ടിട്ട് സുപ്രീം കോടതി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരുമായിരിക്കും. ശിർക്കിന്റെ ചെറിയ നാമ്പുകൾ, ചെറിയ 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 കണികകൾ അവിടെ കിടപ്പുണ്ടാവും. നിരാശ വന്നിട്ടില്ല, ആശ ഉണ്ട്. എവിടെ ആശ? അള്ളാഹുവിലല്ല ആശ, ഭൗതിക സ്ഥാപനങ്ങളിലാണ് ആശ, നമ്മളെപ്പോലത്തെ പടപ്പുകളിലാണ് ആശ. അവിടെ കിടപ്പുണ്ട്, വിടൂല അള്ളാഹു. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ചിന്തിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ. നിരാശ പരിപൂർണമായതിനു ശേഷമാണ് അള്ളാഹുവിന്റെ ഇടപെടൽ വരികയുള്ളൂ. അതാണ് റബ്ബ് മുവഹിദുകളുടെ കാര്യത്തിൽ, മുസ്ലിമുകളുടെ കാര്യത്തിൽ പണ്ടേ നടപ്പിലാക്കിയത്. അതാണ് സമ്പൂർണ്ണ നിരാശ എപ്പോഴാ നമുക്ക് വരിക? അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെ റബ്ബേ നമ്മളെ കാക്കുള്ളൂ. അല്ലെങ്കിൽ സുപ്രീം കോടതി കനിഞ്ഞു. ഭാഷയിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, വിശ്വാസത്തില് ആ പുഴുക്കുത്തുണ്ടാകരുത്. അപ്പൊ അള്ളാഹു എല്ലാ ഭൗതിക കവാടങ്ങളും കൊട്ടി അടച്ച്, ഒരു കോടതിയില്ല, ഒരാളുമില്ല, മറ്റു ലോക രാഷ്ട്രങ്ങളും ഇല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ടല്ലോ, അറബ് രാജ്യങ്ങള്, അതുമില്ല. അവരും വാക്ക തുന്നി കൂട്ടിക്കൊണ്ട് ഇരിക്കുക സുഖൽവലുപരായിട്ട്. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഗതികേട് കണ്ടിട്ട് ആരാണ്ട് മലേഷ്യ ഒന്ന് മിണ്ടാൻ നോക്കിയപ്പോത്തിന് അവിടുത്തെ പാമ്പോയിൽ ഇങ്ങോട്ട് വേണ്ടാറുണ്ട്, ഇവിടെ പാമ്പോയിലിന് വില കൂടുകയും ചെയ്തു. ഇത് കണ്ടപ്പോ മറ്റുള്ളവരൊക്കെ സമ്പൂർണ്ണ മൗനം. അങ്ങനെ തന്നെ വേണ്ടത്, ഇടപെടണ്ട.
വേണ്ട, അവരുടെ സഹായവും നമുക്ക് വേണ്ട. അങ്ങനെ സമ്പൂർണ്ണ നിരാശയിൽ നമ്മൾ എത്തുമ്പോ അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം വളരെ പെട്ടെന്ന് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ എന്ത് വേണം? തൗഹീദ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും എന്ത് വേണം? ഈ വക ഭൗതിക പ്രതീക്ഷകളൊക്കെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. നീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പറിച്ച് വേരോട് സഹിതം അതങ്ങോട്ട് പിഴുത് വലിച്ചെറിയും. എന്നിട്ട് അജയ്യനായ ഖാലിഖായ മോഡിയുടെ റബ്ബായ, അമിത് ഷായുടെ റബ്ബായ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ റബ്ബായ ആ റബ്ബിൽ അങ്ങോട്ട് പ്രതീക്ഷ വെക്കുക. പടച്ചോൻ ഇനി അവിടെ ഉള്ളൂ, കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല. ഇന്ന നസ്റുല്ലാഹി ഖരീബ്, വളരെ പെട്ടെന്ന് അല്ലാഹുവിന്റെ സഹായം വരുന്നത് കാണാം. മഹാന്മാരായ നബിമാര്, ആ നബിമാരുടെ അനുയായികള് ഇവരിത് കണ്ടതാണ്. ഏത് കണ്ടതാണ്? പ്രതിസന്ധി വന്നു, പ്രതിസന്ധികളുടെ മീതെ പ്രതിസന്ധി വന്നു, മർദ്ദനങ്ങളുടെ മീതെ മർദ്ദനങ്ങൾ വന്നു. അവർ പറഞ്ഞു പോയി, ഇനി അള്ളാഹ് എപ്പോഴാണാവോ ഇടപെടുക? ഇനി ഞങ്ങൾക്ക് ഈ ലോകത്ത് ഒരു കച്ചിത്തുരുമ്പും ബാക്കിയില്ലല്ലോ, ഇനി എപ്പോഴാ അള്ളാഹു ഇടപെടുക? ഉടനെ വന്നു അള്ളാഹുവിന്റെ സഹായം. ഖുർആന്റെ പ്രഖ്യാപനാണിത്. ഇത് കാലികമാണ്, ഇത് ഇന്നും പ്രസക്തമാണ്, ഇതെന്നും പ്രസക്തമാണ്. ഈ വളരെ പെട്ടെന്നുള്ള സഹായം, റബ്ബിന്റെ സഹായം നമ്മിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് വരും. അത് ഉസ്താദെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും അള്ളാഹു കൊടുത്ത ഓഫർ അല്ലേ? അതൊക്കെ ഇപ്പോ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് കിട്ടുമോ മൗലവിയെ? കിട്ടും. ഖുർആൻ ഇന്ന് പ്രായോഗികമാണോ? ഖുർആൻ ഇന്നത്തേക്കും ബാധകമാണോ? കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എന്തിനാ ഖുർആൻ? ജബ്ബാർ മാഷ്, യുക്തിവാദി ജബ്ബാർ മാഷ് പറഞ്ഞതുപോലെ ഗോത്ര സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഗീറ കിതാബ് എന്ന് പറയേണ്ടി വരൂലേ? ഖുർആൻ പറഞ്ഞത് കാഫത്തുൽ ലിന്നാസ്, മാനവകുലത്തിനാകെ ഇത് ഉത്ബോധനമാണെന്നാ പറഞ്ഞത്. അറേബ്യയിലെ ഗോത്ര സംസ്കാരത്തിൽ ജീവിച്ച ഒരു ഗോത്രത്തിനോ അല്ലെങ്കിൽ അന്ന് ജീവിച്ച ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല, മാനവകുലത്തിനാകെ ഇത് മോചനത്തിന്റെ വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണെന്ന അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് നമുക്കും ഈ സഹായം വരും. ഒരു ഡിമാൻഡ്. എന്താ ഡിമാൻഡ്? നമ്മുടെ നിയ്യത്ത് നന്നാക്കി നിഷ്കളങ്ക കർമ്മങ്ങളിലൂടെ നമ്മൾ റബ്ബിലേക്ക് തിരിച്ചു നടക്കുക, ആ റബ്ബിലേക്ക് അടുക്കുക. അതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. നിയ്യത്ത് ക്ലിയർ ആക്കിയിട്ട് നിഷ്കളങ്കമായ മനസ്സോടെ റബ്ബിലേക്ക് അടുക്കുക, ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അതാണ് ഇപ്പൊ നമ്മൾ ആഴ്ചകളായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഖ്ലാസ്, നിയ്യത്ത്, തൗഹീദിന്റെ 1-ാം ക്ലാസ്. ഇതിൽ വിജയിച്ചാൽ തന്നെ സമാധാനം നമുക്ക് കിട്ടും. നമ്മൾ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോ പല സഹോദരന്മാരും തെറ്റിദ്ധരിക്കുകയാണ്. എന്തിനാ മൊയ്ലിയേരി ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഇകഴ്ത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? പ്രിയമുള്ള സഹോദരന്മാരെ, എൻ്റെ പൊന്നുപ്പമാരെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ, എൻ്റെ സമപ്രായക്കാരായ കൂട്ടുകാരെ, കൊച്ചനുജന്മാരെ, ഞാൻ നെഞ്ചത്ത് കൈവച്ച് റബ്ബിനെ സാക്ഷി നിർത്തി പറയാണ്, നിങ്ങളോട് എന്ത് വിരോധ എനിക്ക്? നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് പറയാണ്. എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണ്ടേ, മരിച്ചു പോകണ്ടേ, നമ്മൾ ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുന്ന പരുവത്തിലാകണ്ടേ? ഈ ഒരു താല്പര്യം കൊണ്ട് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഞാൻ കുറച്ച് കനപ്പിച്ചു പറഞ്ഞതാ. നിങ്ങളോട് വിരോധം എന്തിനെനിക്ക്? താല്പര്യം കൊണ്ട് പറയുന്നതാ. നമ്മൾ ആത്മാർത്ഥത, നമ്മുടെ നിഷ്കളങ്കത, നമ്മുടെ ഇഖ്ലാസ്, അതാണ് തൗഹീദ്. അതില് പുഴുക്കുത്തുണ്ടായാല്, അതില് വൈറസ് കയറിയാല് പിന്നെ ഈ ഈമാനിന്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യൂല, ഹാർഡ്വെയർ നിശ്ചലാവും, ഒക്കെ കംപ്ലൈന്റ് ആകും. നമ്മളിത് തീർച്ചയായിട്ടും ഈ വക വൈറസുകളെ ആന്റി വൈറസ് കൊണ്ട് പ്രതികരിക്കണം. അതിന്റെ ആന്റി വൈറസ് ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റൂ. ഈ തൗഹീദ് ക്ലിയറായാല്, നമ്മുടെ ചിന്ത ക്ലിയറായാല്, നമ്മുടെ ലക്ഷ്യം ക്ലിയറായാല് നമ്മൾ ഇവിടെ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ പതനമാണ്, പരാജയമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മരിച്ചു പോയാലുള്ള കഥ പറയും വേണ്ട. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇന്നൽ മുറായിയ യുദ്ആ യൗമൽ ഖിയാമത്തി ബിഅർബഇ അസാം യാ മുറായി യാ മുഖാദിഅ യാ മുശ്രികു യാ കാഫിറു. നമ്മളെ ഇഖ്ലാസ് ക്ലിയർ ആയില്ലെങ്കിൽ, നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആയില്ലെങ്കിൽ, റബ്ബേ നീയാണ് എന്റെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് എന്റെ അജണ്ട, മറ്റൊന്നും എന്റെ നിഘണ്ടുവിലില്ല അല്ലാ എന്ന പ്രഖ്യാപനം സത്യസന്ധമായി എടുത്തിട്ട് മുന്നേറുന്നില്ല എങ്കിൽ, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി നീ നല്ലത് ചെയ്യുകയും നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് പറയുകയും ചെയ്താൽ, നീ മരിച്ചു ചെന്നാൽ നിന്നെ വിളിക്കുന്ന പേര് 4 പേരിൽ നീ വിളിക്കപ്പെടും. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നൽ മുറായിയ, ഇത്തരം ഇഖ്ലാസില്ലാത്ത ടീമുകൾ യുദ്ആ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വിളിക്കപ്പെടുന്നത് ബിഅർബഇ അസാമിൻ, 4 പേര് ഒരാളെ തന്നെ വിളിക്കും. ഇഖ്ലാസില്ലാത്ത ആള് മരിച്ചു ചെന്നാല് 4 പേര് കൊണ്ട് ഒരാളെ തന്നെ വിളിക്കും. എന്താ 4 പേര്? യാ മുറായി, എടാ കപട ഭക്തനെ, യാ മുഖാദിഉ, എടാ വഞ്ചകനെ. വഞ്ചകനല്ലേ? ഇവൻ ദാനം ചെയ്യുന്നു, ഇവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഇവൻ സമൂഹത്തെ സേവിക്കുന്നു, ഇവൻ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു. എന്താ ലക്ഷ്യം? റബ്ബല്ല. എന്താ ലക്ഷ്യം? ദീനല്ല. എന്താ ലക്ഷ്യം? സമൂഹത്തിന്റെ പുരോഗതിയോ സമൂഹത്തിന്റെ മോചനമോ സുരക്ഷയോ അല്ല. എന്താ ലക്ഷ്യം? ഞാനൊന്നും കൂടെ ഉഷാറാകണം. ചതിയല്ലേ? ചതിയല്ലേ അത്? യാ മുഖാദിഅ, എട കൊടും വഞ്ചക, യാ മുശ്രികു, എട ബഹുദൈവാരാധക, യാ കാഫിറു, എട സത്യനിഷേധി. ഓ ഇങ്ങനെയൊക്കെ വേണോ? ഈ ഹദീസൊക്കെ പിന്നെ കുഴിച്ചിട്. എന്താ ചെയ്യാ? കിതാബിൽ ഹദീസ്, കിതാബിലുള്ള ഇത്തരം ഹദീസൊക്കെ എന്താ നമ്മള് മണ്ണ് മാന്തി കുഴിച്ചിടേ? കുഴിച്ചൊന്നിടണ്ട. മൂവാറ്റുപുഴക്കാർക്ക് വട മൗലവി. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം വളമ്പൂത്. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഞാൻ വളമ്പാതെ നിൽക്കാൻ എനിക്ക് പറ്റൂല. അത് വളമ്പിത്തരല എന്റെ ഡ്യൂട്ടി. ഈ 4 പേര് കൊണ്ട് അന്ത്യനാളിൽ വിളിക്കപ്പെടും. എത്ര ഹദീസായി വിഷയത്തില്? മശറാവൻ സഭയിൽ മാനവ മക്കളെ എല്ലാവരെയും കൊണ്ടുവന്ന് വിചാരണക്കായി ന്യായാധിപന്മാരുടെ ന്യായാധിപൻ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ഈ മനുഷ്യ മക്കളെ ഒരൊറ്റ നഗരിയിൽ കൊണ്ട് അണിനിരത്തിയാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പറഞ്ഞു തരുന്നു നമുക്ക്. ഹദീസ് കിതാബുകളിൽ കാണാം. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ ഉണ്ട് ഈ പറയുന്ന ഹദീസ്. ഇദാ ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികൾ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ, ഇനി വരാനുള്ളവർ എല്ലാരെയും മഹ്ശറയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടിയാൽ, നാദാ മുനാദിൻ, അവിടെ ഒരു അനൗൺസ്മെന്റ് ഉയരും. അവിടെ ഒരു പ്രഖ്യാപനം കേൾക്കും. നാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും. അത് മലക്കാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മലക്കുകളാണല്ലോ. നാദാ മുനാദിൻ, ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? മൻ കാന അശ്റക ഫീ അമലില്ലാഹി അഹദൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ഇതിൽ മുസ്ലിമീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചവരും അല്ലാത്തവരുമൊക്കെയുണ്ട്. ഏതൊരാൾ അല്ലാഹുവിനെ ആരാധിച്ച ആരാധനയിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത കൂട്ടത്തിൽ, മൻ അശ്റക ഫീ അമലില്ലാഹി അഹദാ, ആ അമലിൽ മറ്റൊരാളുടെ പൊരുത്തമോ തൃപ്തിയോ അംഗീകാരമോ അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രശംസയോ എന്തെങ്കിലും കൂട്ടിക്കലർത്തി ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫല്യുതാലിബ് സവാബഹു മിൻ ഇൻദിഹി, ആ ചെയ്ത കർമ്മത്തിന്റെ കൂലി അവിടെ പോയി മേടിച്ചോളണം. അള്ളാഹു വിളിച്ചു പറയിപ്പിക്കുക. മൂവാറ്റുപുഴയിലൊരു ജനസേവകനുണ്ട്, ജനങ്ങളെ സേവിക്കുന്ന ഒരു ഉദാരമതിയുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ലീഡർഷിപ്പാണ്. രാപ്പകൽ ഭേദമന്യേ ഊണും ഉറക്കവും മാറ്റിവെച്ച് എപ്പോഴും കർമ്മനിരതനാണ്. ആള് സൂപ്പറാണ്. മരിച്ചങ്ങട്ട് ചെന്നു. അള്ളാഹു ഇത് പ്രഖ്യാപിച്ചു.
എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ ആരെയെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ ഫല്യുതാലിബ് സവാബഹു മിൻ ഇൻദിഹി, ഇവൻ ഓടി നടന്നത് മൂവാറ്റുഴയുടെ ഓമനപുത്രൻ ഞാനാകണമെന്നാണ് ചിന്തയെങ്കിൽ മൂവാറ്റുഴക്കാരടുത്ത് പോയിട്ട് കൂലി ചോദിക്കാൻ പറയും. ഫല്യുതാലിബ് സവാബഹു മിൻ ഇൻദിഹി, ആരെ പ്രതീക്ഷിച്ചാണോ ഇത് ചെയ്തതെങ്കിൽ, ആരുടെ അംഗീകാരം കിട്ടാനാണ് ചെയ്തതെങ്കിൽ അവിടെ പോയി ചോദിച്ചോളൂ. ഈ വക ശിർക്കൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടെ നടക്കൂല. ഇതൊക്കെ ആഖിറത്തിലെ കാര്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അള്ളാഹു ഒരാളെ വെറുത്താൽ അത് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പടച്ച റബ്ബ് എന്നെ വെറുത്തിട്ടുണ്ടോ, എന്നോട് കോപിച്ചിട്ടുണ്ടോ, ഈ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരോടും റബ്ബ് കോപിച്ചിട്ടുണ്ടോ, റബ്ബ് വെറുത്തിട്ടുണ്ടോ അറിയാൻ മാർഗമുണ്ട്. കേൾക്കണ്ടേ? പടച്ചോൻ എന്നോട് വെറുത്തോ, അള്ളാഹുവിന് എന്നോട് വെറുപ്പാണോ, ദേഷ്യാണോ അറിയണ്ടേ? അറിയാൻ മാർഗമുണ്ട്, അടയാളുണ്ട്. إذا أبغض الله عبدا أعطاه ثلاثا ومنعه ثلاثا أعطاه صحبة الصالحين ومنعه القبول منهم وأعطاه الأعمال الصالحة ومنعه الإخلاص فيها وأعطاه الحكمة ومنعه الصدق فيها. അള്ളാഹു ഒരു വ്യക്തിയെ വെറുത്താൽ, എന്നെ വെറുത്താലും നിങ്ങളെ വെറുത്താലും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വെറുത്തോ, അള്ളാഹു വെറുത്തിട്ടുണ്ടോ ശ്രദ്ധിച്ചോ, ഈ അടയാളം നോക്കിയാൽ മതി. ഇദാ അബ്ഗളല്ലാഹു അബ്ദൻ, അള്ളാഹു അവന്റെ ദാസന്മാരിൽ നിന്ന്, അടിമകളിൽ നിന്ന് ഏതൊരു അടിമയെ വെറുത്താലും ഇഷ്ടപ്പെടാതിരുന്നാലും എന്താ ചെയ്യാ? ദുന്യാവ് കൊടുക്കൂല എന്നല്ല പറഞ്ഞത്, വാരിക്കുരി കൊടുക്കും. പൈസ കൊടുക്കൂല എന്നല്ല പറഞ്ഞ്, ഇഷ്ടംപോലെ കൊടുക്കും. അതൊന്നുമല്ല അള്ളാഹുവിന്റെ വെറുപ്പിന്റെ മാനദണ്ഡം. മൂന്ന് കാര്യം കൊടുക്കും അല്ലാഹ്. അതിന്റെ അനുബന്ധമായി ആവശ്യമുള്ള 3 കാര്യം തടഞ്ഞു വെക്കുകയും ചെയ്യും. വെള്ളമുണ്ട് കുടിക്കാൻ വയ്യ, ബിരിയാണി ഉണ്ട് തിന്നാൻ പറ്റൂല, മട്ടൻ വരട്ടിയതുണ്ട് ഫാറ്റ് ഓവർ ആയതുകൊണ്ട് തുടരുത് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ആ മട്ടൻ കൊണ്ട് എന്താ കാര്യം? 3 കാര്യം അള്ളാഹു കൊടുക്കും. അതുമായി അനുബന്ധമായി അനിവാര്യമായ 3 കാര്യം അള്ളാഹു ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഏതാണ് ഈ 3 കാര്യം? അഅ്താഹു സുഹ്ബത്തസ് സ്വാലിഹീൻ, സജ്ജന സഹവാസത്തിനുള്ള ചാൻസ് അള്ളാഹു ഒരുക്കി കൊടുക്കും. നാട്ടിൽ ഇഷ്ടം പോലെ നല്ല മനുഷ്യന്മാരുണ്ട്, സൽഗുണ സമ്പന്നന്മാരായ സ്വാലിഹീങ്ങൾ എമ്പാടും നാട്ടിലുണ്ട്. അവരുമായിട്ടുള്ള സഹവാസത്തിന് ചാൻസും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അവരെ കാണാറുണ്ട്, അവരുടെ കൂടെ ഇരിക്കാറുണ്ട്, അവരെ മുസാഫഹത്ത് ചെയ്യാറുണ്ട്, അവരുമായി സമ്പർക്കത്തിലാകാറുണ്ട്. പക്ഷേ അവരിൽ നിന്ന് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ ഇവന് സാധിക്കൂല. പിന്നെ ഇപ്പൊ സജ്ജനങ്ങൾ നാട്ടിലുണ്ടായിട്ട് എന്താ കാര്യം? സജ്ജനങ്ങൾ നാട്ടിലുണ്ട്, അവരുമായിട്ട് മിംഗ്ലാകാനുള്ള ചാൻസ് ഉണ്ട്, അവരുമായിട്ട് സഹവസിക്കുന്നുമുണ്ട്. അവരിലുള്ള സൽഗുണങ്ങൾ ഈ ചങ്ങാതി സ്വീകരിക്കൂല. മൊയ്ലിയാരാക്കാന്റെ പിന്നാലെ അല്ലെങ്കിൽ തങ്ങൾ പാപ്പാന്റെ പിന്നാലെ ബാഗും പിടിച്ച് ചെരുപ്പും പിടിച്ചൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട കാര്യം, അങ്ങനെ ഒരു സ്വഭാവം ഈ സാധനത്തിനില്ല. അള്ളാഹു വെറുത്തതിന്റെ ഒന്നാമത്തെ തെളിവ് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. സജ്ജനങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുക, ആ മനുഷ്യന്റെ ഒരു ഗുണം ഈ മനുഷ്യനിലില്ല. അള്ളാഹു വെറുത്തു എന്നതിന്റെ തെളിവാ. 2, എമ്പാടും സൽക്കർമ്മങ്ങൾ അള്ളാഹു കൊടുക്കും. എമ്പാടും സൽക്കർമ്മങ്ങൾ കൊടുക്കും. 5 നേരം സുബൈക്കും പള്ളിയിലുണ്ടാവും കാക്ക. 5 നേരം സുബൈക്കും. സുബൈ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ പള്ളിയിൽ വരുന്ന ആളാണ്, എല്ലാ സ്വാലിഹായ അമലുകളിലും മുൻപന്തിയിലാണ്. പക്ഷേ അതിൽ നിഷ്കളങ്കതയില്ല, ഇഖ്ലാസില്ല. സുബൈക്ക് ഇപ്പൊ പള്ളിയിൽ പോയില്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ജമാഅത്ത് മെമ്പർ അല്ലേ, ആ സീറ്റിൽ നിന്ന് മേലേക്ക് കയറിയിരിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് സുബൈക്ക് ഡെയിലി വരണല്ലോ. ഉദാഹരണം, ഇവിടുത്തെ കാര്യമൊന്നും അല്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, കോമൺ ആയിട്ട് പറയുന്നതാണ് ഇത്.
ഇനി മൊയ്ലിയേര് എന്തിനാ അങ്ങനെ കുത്തണേ എന്നൊന്നും പറയണ്ട, അങ്ങനെയൊന്നുമില്ല. വസ്തുതയായിട്ട് പറയാ മാത്രാണ്. എല്ലാ സ്വാലിഹായ അമലുകളും ചാൻസ് ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ആത്മാർത്ഥതല്ല. അള്ളാഹു വെറുത്തു എന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണം. അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തേത് അറിവ് അല്ലാഹു നൽകും. അറിവ് അറിവിൽ സത്യസന്ധതയുണ്ടാവുകയില്ല. അറിവുണ്ടാകും, പക്ഷെ അറിവുണ്ടായിട്ട് എന്താ കാര്യം? സത്യസന്ധത തൊട്ടുകൂടിയിട്ടുണ്ടാവില്ല. അറിവുണ്ട്, അത് എന്റെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ചൊക്കെ ഞാൻ എന്റെ അറിവിനെ വ്യാഖ്യാനിക്കുക. കോടതിയിൽ അഡ്വക്കേറ്റുമാർ വ്യാഖ്യാനിക്കുന്ന പോലെ ഫത്വ ഞാൻ എന്തിനും ഫത്വ തരാ, കേട്ടു വാ, കനുള്ള കെട്ടും കൊണ്ട് വാ, ഫത്വ തരാ. മുമ്പ് എന്റെ നാട്ടിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരു സുഹൃത്ത്, ഒരു സാധാരണക്കാരനായ സുഹൃത്ത് എന്നോട് പറഞ്ഞു, മൗലവി അധികം സംസാരിക്കണ്ട, നിങ്ങൾ ഒലക്ക ചെരിച്ച് വെച്ച ടീമാണ് കാരണം. ഒലക്ക ചെരിച്ച് വെച്ച ടീമാ എന്താന്ന് ചോദിച്ചു. എന്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായി, അദ്ദേഹം മരിച്ചു. നല്ലൊരു കൂട്ടുകാരൻ, രസികനായ കൂട്ടുകാരൻ, പട്ടാമ്പിക്കാരൻ, അള്ളാഹു മാപ്പ് കൊടുക്കട്ടെ. അദ്ദേഹം രസമായിട്ട് പറഞ്ഞ എന്നോട്, അല്ല മുസ്ലിയാരെ, നിങ്ങൾ അധികം വാചക കസർത്തം നടത്തണ്ട, നിങ്ങൾ ഈ ഒലക്ക ചെരിച്ചു വെക്കുന്ന ടീമല്ലേ. അതെന്താ ചോദിച്ചു. ഞങ്ങളെ നാട്ടില് ഒരു വിഷയം ഉണ്ടായി. ഒരാള് കാളിയാരെ മുന്നിൽ ചെന്നിട്ടൊരു മസ്അല ചോദിച്ചു, ഒരു ഫത്വ ചോദിച്ചു. അല്ല കാളിയാരെ, ഞാനൊരു മസ്അല ചോദിക്കാൻ വന്നതാ. കാളിയാര് ചോദിച്ചു അദ്ദേഹത്തോട്, എന്താ മസ്അല, എന്താ പ്രശ്നം? ഒരാള് വ്യഭിചരിച്ചിട്ടുണ്ട്, അങ്ങേർക്ക് ഇപ്പൊ തൗബ ചെയ്താൽ കൊള്ളാന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എന്താ അതിനൊരു പരിഹാരം? അപ്പൊ കാളിയാര് പറഞ്ഞു, ഇസ്ലാമിക ഭരണകൂടമുള്ള ശരീഅത്ത് നിയമമൊക്കെയുള്ള നാടാണെങ്കിൽ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലലാ തീരുമാനം, അവിവാഹിതനാണെങ്കിൽ ഒരു 100 പട കൊടുത്തിട്ട് ഒരു കൊല്ലണം നാട് കടത്തല. ഇത് രണ്ടും ഇപ്പോ ക്രിമിനൽ നിയമം ഈ ഇന്ത്യ രാജ്യത്ത് പറ്റൂലല്ലോ. സിവിൽ നിയമം ഇപ്പൊ ഉള്ളത്, അതിന്റെ ഇപ്പൊ ഏക സിവിൽ കോഡാക്കാൻ പോവാണ്. എന്താവട്ടെ, അന്ന് പണ്ടത്തെ കാലാണ്. അദ്ദേഹം പറഞ്ഞു, ക്രിമിനൽ നിയമം ഒന്നും ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല, അവനെ 100 അടി. വിവാഹിതനാണോ അവിവാഹിതനാണോ, ആള് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഉസ്താദേ. അപ്പൊ 100 അടിയും നാട് കടത്തിലോ, ഒരു കൊല്ലം നാട് കടത്തിലാണ് ഇപ്പൊ ശിക്ഷ. പക്ഷെ ഇവിടെ അത് പറ്റൂല, നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഖുർആൻ ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. തിന്മകളുടെ പിറകെ ധാരാളം നന്മകൾ ചെയ്താൽ ആ തിന്മകളെ അള്ളാഹു മാച്ചു കളയും. അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ പറയാ, എന്നിട്ട് കുറച്ച് നന്മകളൊക്കെ ചെയ്യാൻ പറ എന്ന്. അപ്പൊ ഇയാൾ ചോദിച്ചു, ഞാനല്ല ആള്, വേറൊരാളാണ്, എന്ത് നന്മ ഇപ്പൊ അവനോട് ചെയ്യാൻ പറയാം? അപ്പൊ നാട്ടിൽ നല്ല ദാരിദ്ര്യമുള്ള കാലാണ്. ഈ ആളെങ്ങനെ സാമ്പത്തികമായിട്ട് പറക്കണക്കിന് നെല്ലും വയലും കൃഷിയൊക്കെ ഉള്ള ടീമാണ്. അപ്പൊ കാതേര് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ഏതായാലും വ്യഭിചരിച്ചു പോയില്ലേ, തൗബ മനസ്സുണ്ടല്ലോ, ഖേദുണ്ടല്ലോ, അപ്പൊ സ്വതക്ക ചെയ്താൽ ഈ തെറ്റുകുറ്റങ്ങൾ തേച്ചു മാച്ച് കളയുന്ന ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, അവനോട് ചെന്നിട്ട് ഒലക്ക ഭൂമിയിൽ കുത്തി നിർത്താൻ പറ. കുത്തി നിർത്തിയിട്ട് ആ ഒലക്ക മൂടുന്നത്ര പറ നെല്ല് കൊണ്ടുവന്നിട്ട് ഒലക്ക കാണാണ്ടായാല് അത്ര ഉയരത്തിൽ നെല്ല് കൂട്ടിയിട്ട് അത് മുഴുവൻ സാധുക്കൾക്ക് സ്വതക്ക ചെയ്യാൻ പറ എന്ന് കാതി ഒരു ഫത്വ കൊടുത്തു. അത്രേ. ഈ ഫത്വ കേട്ട് ഈ ആള് പോകാൻ നിന്നപ്പോ, ഇവിടെ വാ, അല്ല കക്ഷി ആരാണ് ഇപ്പൊ ഈ വ്യഭിചരിച്ച കക്ഷി വെച്ചു? അത് ഉസ്താദെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആളെയും കൂടി പറ. അതാരുമല്ല, കാലിയര മകൻ തന്നെയാണ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒരു കിതാബിലുണ്ട് ആ ഒലക്ക കിടത്തിയും വെക്കാമെന്ന്. ഒരു പറ നെല്ല് മതിയല്ലോ. ഇതല്ലേ നിങ്ങൾ ടീം നിന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പണ്ഡിതന്മാരെ ആക്ഷേപിക്കണോ? ഞാൻ പണ്ഡിതന്മാരെ ആക്ഷേപിക്കൂല, പണ്ഡിതന്മാരെ ബഹുമാനിക്കണം എന്നാ പറയുന്നത്. പക്ഷേ അല്ലാഹു തത്വജ്ഞാനവും അറിവും കൊടുത്തിട്ട് അതിൽ സത്യസന്ധതയില്ലെങ്കിൽ, നേരും നെറിയുമില്ലെങ്കിൽ അല്ലാഹു അവനോട് കോപിച്ചിരിക്കുന്നു എന്നാണ് ദീനുൽ ഇസ്ലാം പറയുന്നത്. പടച്ചോന്റെ കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടണം. ഇൻഷാ അല്ലാഹ് തൗഹീദ് 1ാം ക്ലാസ് അതെന്നെ പറയും. അതെന്നാണോ തീർന്നു അന്ന് നിർത്താം. ഞാൻ ഇവിടെ നിന്നിടത്തോളം കാലം തൗഹീദ് പൂർത്തിയാക്കിയിട്ടേ പോവുള്ളൂ അപ്പുറത്തേക്ക്. അതിലെല്ലാം ഉണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രമല്ലേ, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്. ഇപ്പൊ വർത്തമാന കാലത്തെ ഇഷ്യൂസ് വരെ തൗഹീദിൽ അധിഷ്ഠിതമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള വിശ്വാസം സമ്പൂർണമാക്കാനും അവനിലേക്ക് ആത്മീയ യാത്ര നടത്താനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ.